എന്നിട്ടിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയൊരു രസം എന്താണെന്നറിയോ? ഒരു ഗ്രാൻഡ് ജുമുഅ ഒരു ജുമുഅ, ഗ്രാൻഡ് ജുമുഅ നിങ്ങളാരും കേട്ടിനു? ഗ്രാൻഡ് ഹദ്ദാദ്, ഗ്രാൻഡ് ദിക്ർ, ആ ഇബാദത്തുകളൊക്കെ പരിഹസിക്കുക. ഗ്രാൻഡ് ജുമുഅയിൽ എന്താ പ്രത്യേകത? അത് ദുബൈയിൽ നിന്ന് വന്നൊരു അറബിയാണ് ഖുതുബ ഓതുന്നത്. ഞാൻ ആ ഖുതുബ അങ്ങനെ കേട്ടപ്പോൾ പുതിയ പദ്ധതി ഉസ്സാറാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ മടവൂർ ശൈഖുന ശൈഖുൽ മശായിഖ എന്നുള്ളതൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് മഖാം ഉണ്ടാക്കണം. ആ മഖാം ഉണ്ടാക്കണമെങ്കിൽ വെറും ഈ ഉലമാന്ന് മാത്രം പറഞ്ഞാൽ അത് നടക്കൂല. അപ്പൊ അതിനടുത്ത ഒരു ചുവട് അതെന്താ? നമ്മളുള്ള കാലത്ത് നമുക്കറിയാലോ, പ്രസംഗിക്കാൻ പോകുന്ന അറബികളോട് പറയും, പിന്നെ ഷെയ്ഖ് അബൂബക്കർ ഖമറുൽ എന്നൊന്ന് പറഞ്ഞേക്കിട്ടോ, എന്നാലും ഇവിടെ അത് നിങ്ങൾ പറഞ്ഞാൽ അത് ഇവിടെ പാസ്സാവും എന്ന് പറഞ്ഞ രൂപത്തിൽ ഗ്രാൻഡ് ജുമുഅയിൽ ഒരു അഭൂതപൂർവമായ ഒരു ഇടപെടൽ. നിങ്ങളൊന്ന് കേട്ടോളൂ ഗ്രാൻഡ് ജുമുഅയിലെ ഇടപെടൽ. وهذا هو النهج الذي سار عليه مولانا شيخ مشايخ العصر العلامة الشيخ أبو بكر أحمد حفظه الله ونشاهد اليوم أثره. മടവൂർ ശൈഖുനാനൊക്കെ ശൈഖുൽ മശായിഖ് ഒഴിവാക്കിയിട്ട് പുതിയൊരു ശൈഖു മശായിഖിൽ അസുർ. എങ്ങനെയുണ്ട്? ഇതൊക്കെ നമ്മളെ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ കളിയാണ്. അത് മറക്കണ്ട. ഉസ്താദ് ചിലപ്പോൾ അറിയണം തന്നെയല്ല, മറ്റേയാൾ അതിന്റെ പിന്നില്. എന്തിനാ? മൂപ്പർക്ക് അടുത്ത ഗ്രാൻഡ് മക്കാം ഉണ്ടാക്കിയിട്ട് വേണം പൈസ പിരിക്കാൻ. അതിനവിടെ ശൈഖു മശായിഖിൽ അസർ, കാലഘട്ടത്തിലെ മശായിഖന്മാരെ ശൈഖ്. മടവൂർ ശൈഖിനെ അതിപ്പോ സ്ഥാനപ്പേരൊന്നുമില്ല, ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് സ്വായത്താക്കിയതാണ്. ഇതങ്ങനെയാണ് വരുന്ന പേരല്ല ശൈഖുൽ മശായിഖ് എന്നൊന്നും. ശൈഖുൽ മശായിഖ് ആകണമെങ്കിൽ മശായിഖന്മാരവരെ തർബിയത്ത് ചെയ്യണം. മനസ്സിലായോ? സാധാരണ ആളുകളെ തർബിയത്ത് ചെയ്യുന്ന മശായിഖന്മാരാ. ആ മശായിഖന്മാരെയും തർബിയത്ത് ചെയ്യണം എന്നാ പറയേണ്ട കാര്യം. അതാ സ്വാഹിബുൽ വക്ത് എന്ന് മറ്റേയാൾ പറഞ്ഞ് അതുപോലെ പറഞ്ഞതാവുന്നാർ. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോ നാളെ വന്നിട്ട് അർത്ഥം പറയുമോ? ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഉലമാക്കളിൽ വലിയ ആള് എന്നാണ്, ഉലമാക്കളുടെ ആലിമ് ഉസ്താദ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ആദ്യം പേരാ കൊടുക്കേണ്ട ആർക്കാ? അത് ഇ.കെ. ഉസ്താദിനും കണ്ണിയത്ത് ഉസ്താദിനും അല്ലേ? കാരണം നിങ്ങളെല്ലാരും ഉസ്താദല്ലേ. ഇ.കെ. ആരെ നിങ്ങളെടുത്താലും ഉസ്താദ്, അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഉസ്താദ് കോട്ടൂർ കുഞ്ഞമ്മൂലേര്, മൂപ്പര ഉസ്താദ് ഓക്കെ ഉസ്താദ്, ഓക്കെ ഉസ്താദിന്റെ ഉസ്താദ് ഇ.കെ. ഉസ്താദ്. ഒരു രക്ഷയില്ല. അപ്പൊ ഉസ്താദുമാരെ ഉസ്താദ് എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് കണ്ണിയത്ത് ഉസ്താദിന്റെ അല്ലെങ്കിൽ ഇ.കെ. ഉസ്താദിനല്ലേ ആ പേര് കൊടുക്കേണ്ടത്? അതല്ലേ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഹയാത്താക്കേണ്ട മക്കാമ് കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമാണ്. ഇതൊന്നും പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? മടവൂർ ശൈഖിനെ കുറിച്ച് നിങ്ങൾ പറയും ലാഹിർ ശരീഅത്തിന് ഒക്കാത്ത ആളാണ്, താടിയില്ല, പല കുറ്റവാളങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ അതൊക്കെ ഉള്ള ആളല്ലേ ശൈഖുൽ മശായിഖ് എന്ന് ആലിമീങ്ങളുടെ ഉസ്താദ് എന്ന അർത്ഥത്തിന് പറയാൻ പറ്റുകയാണെങ്കിൽ പറ്റുന്ന ആളല്ലേ കണ്ണിയത്ത് ഉസ്താദ്. എന്തുകൊണ്ട് നിങ്ങൾ അവിടുത്തെ മക്കാം സിയാറത്ത് ഹയാത്താക്കുന്നില്ല? എന്താ അവിടെ പോയി സിയാറത്ത് നിങ്ങൾക്ക് മടി? നിങ്ങൾ എന്തിന് മടവൂരിൽ വരുന്നു? എന്തിന് നിങ്ങൾ ഏർവാടിയിൽ പോകുന്നു? നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒത്ത ആളുകളെ സമീപത്തല്ലേ. നിങ്ങളെ ഭാഷയിൽ പറയാണ്. അത് നിങ്ങൾക്ക് അതൊന്നും ഓൽക്ക് കേട്ടുകൂടാ, ദേഷ്യമാണ്, കേട്ടുകൂടാ. ഓൽക്ക് ഓടി വരാൻ മടവൂര് വേണം, പിരിവിന് കുറ്റിവെക്കാൻ ശൈഖുന വേണം. നല്ലൊരു പിരിവ് കിട്ടണമെങ്കിൽ ശൈഖുൽ മശായിഖ് പറയണം. പിരിവ് കിട്ടി പെട്ടി പൂട്ടി അത് ഫുള്ളായാൽ പിന്നെ ശൈഖു മശായിഖ് അല്ല അസർ വേറെ ആള്. ഇതെങ്ങനെ നടക്കും? ഇത് നടക്കൂല. നിങ്ങൾ ഒരു ലെവലിൽ നിൽക്കുകയാണെ അവിടെ നിൽക്കി, എന്നിട്ട് സമസ്ത പിളർന്ന് തെറ്റാന്ന് പറയും. ഇ.കെ. ഉസ്താദിനും കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കി, അവരെ ഖബർ സിയാറത്ത് ചെയ്യി. സിയാറത്ത് ടൂർ സംഘടിക്കുമ്പോ ആദ്യം അവിടെ പോയി നേർച്ചപ്പെട്ടിയൊക്കെ നിങ്ങളെ മുശാവറ അംഗങ്ങളുടെ പേരിൽ വെക്കി. എന്നിട്ട് മടവൂർ ശൈഖുനാന്റെ അടുത്ത് ഞങ്ങളൊന്ന് പോകാം, പറ്റുമോ നിങ്ങൾക്ക്? അതിനുപോലില്ല. എല്ലാ സ്ഥലത്തും
ബിസിനസ് തന്ത്രം മാത്രം. എവിടേക്കാണ് ഈ പോക്ക്? അതുകൊണ്ട് അതൊന്നും ആരുണ്ടാക്കി കൊണ്ടുവരണ്ട. ശൈഖുൽ മശായിഖൊക്കെ ഇവിടെ ഉണ്ട്. അത് മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസാണ്. ഇപ്പോൾ സ്വന്തം ഉസ്താദായി സമസ്ത ശൈഖുമായി ഇനി ശൈഖുൽ മശായിഖു ആവാനുള്ള പരിപാടി ഇൻ്റർനാഷണൽ ദാഇൻ്റെ ആ ഉള്ളിലെ ബിസിനസ് മനസ്സിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളാണത്. അതൊന്നും തൽക്കാലം നടക്കൂല എന്നാണ് പറയാനുള്ളത്. അതൊക്കെ അവിടെ വെച്ചാൽ മതി. ഉള്ള അവസ്ഥയിൽ പോകാം. മശായിഖന്മാരുമായി ബന്ധപ്പെട്ടാണ് ജീവിതമെങ്കിൽ അപ്പൊ മശായിഖന്മാരുടെ ഒരു പരിഗണനയുണ്ടാവും. ഇന്നത്തെ അവസ്ഥയിൽ കാലഘട്ടത്തിലെ മശായിഖന്മാർ നിങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു മദതും നിങ്ങൾക്കില്ല, ഒരു സഹായവും നിങ്ങൾക്കില്ല. അതിന്റെ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്തൊക്കെ വാദങ്ങളാണ് ഇവിടെ വാദിച്ചു കഴിഞ്ഞത്. ഇബ്ലീസ് ശൈഖായപ്പുണ്ടായ മാറ്റങ്ങൾ ഒന്നിനു പിന്നിൽ ഒന്നായി ഞാൻ കൊണ്ടുവരാം. ആദ്യം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനൊന്ന് കൊണ്ടുവരാം. അദ്ദേഹം ഇന്നലെ ഒരു സ്ഥലത്ത് ഒരു മീറ്റ് നടത്തിയപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. എല്ലാവർക്കും മനസ്സിലായി മുജാഹിദും പോലും ഒന്നായിട്ടുണ്ട്. മുജാഹിദും ഈ പറഞ്ഞ ടീമും കൂടി എല്ലാ അർത്ഥത്തിലും ഒന്നായി. ഇന്നിപ്പോൾ ഈ വാദപ്രതിവാദത്തിൻ്റെ വെല്ലുവിളി കൂടെ എല്ലാവർക്കും മനസ്സിലായി. ഓല ആളുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മളെ വിളിക്കുന്നത്. എല്ലാ ദിവസവും വലിയ വലിയ നേതാക്കളാണ് വിളിക്കുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് അല്പം പനിക്കും. നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല, നിങ്ങൾ ബേജാറാവും. മറുപടി പറഞ്ഞാലും കൊടുക്കും. ജിദ്ദയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്നലെ എന്നെ വിളിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് പൈസ വരുന്ന വഴിയാണ്, മനസ്സിലാക്കിക്കോളൂ. ഞങ്ങളൊക്കെ നിങ്ങളെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെയും നിങ്ങളെ കൂടെയുണ്ട്. ഈ വാദത്തെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നിട്ട് അതിനൊരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കണ്ടില്ല, ഇന്നലെ ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. അല്ല, ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ പിന്നെ മുജാഹിദുകളായിട്ട് ഭയങ്കര ബന്ധാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് എന്താ ഉസ്താദിന് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അപ്പം മുമ്പ് പറയാ, അത് പഴയ കാലത്ത് തന്നെ അങ്ങനെയാണ്. ചില ആളുകൾ നമ്മളെക്കുറിച്ച് ആരോപണം പറയും. അവർ ഭയങ്കര ബന്ധമായിരിക്കും മുജാഹിദുമായിട്ട്. എന്നിട്ട് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലിപ്പ് അവർക്ക് കൈമാറും, എന്നിട്ട് അവരിടും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരാൾ കൈമാറിയിട്ടുമാണല്ലോ മറ്റേക്ക് കിട്ടണമെങ്കിൽ. ഏത് യുഗത്തിലാ അവരൊക്കെ ജീവിക്കുന്നതോ. ഏതായാലും ആ പുതിയ ഇന്റർവ്യൂ ഒന്ന് കണ്ടോളൂ, അതിന്റെ പ്രസക്ത ഭാഗം. സാധനമായതുകൊണ്ടാണ് അത് ഇന്നും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു വ്യാജത്തരീക്കത്തിനെതിരെ ഒരു വിഷയം പറഞ്ഞാൽ അത് മെല്ലെ അതിന്റെ ഒരു ക്ലിപ്പ് മുറിച്ചിട്ട് ഇവര് മുജാഹിദിന് കൈമാറും. എന്നിട്ട് മുജാഹിദുകൾ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി അവർ പറയും ആ മുസ്ലിയാർ ഇപ്പൊ ഞങ്ങളോട് കൂടി എന്ന് പറയും. അപ്പോൾ ഈ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ കൺഫ്യൂഷൻ ആവും. ആകെ മൂല്യാർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ദുർബലന്മാരായ ആളുകൾക്ക് ചിലപ്പോ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ വരും. ഇത് അവരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട, കൂട്ടായ്മയുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട ചില ഏർപ്പാടുകളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ, അവരാണ് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയതും സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുത്തതും സുന്നത്ത് ജമാഅത്തിൽ ആവേശമുള്ള നല്ല ടീമിനെ വളർത്തിയെടുത്തതും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതൊക്കെ വഞ്ചനയും ചതിയുമാണ് എങ്കിൽ അതൊരു വിശകലനം ചെയ്യേണ്ടി തന്നെ ഉണ്ട്. ഇവിടെ ആർക്കും ക്ലിപ്പ് കൊടുത്തതല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണോ KM മൗലവിക്ക് സംഭവിച്ചത് അത് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും സംഭവിച്ചത്. KM മൗലവിക്ക് എന്താ സംഭവിച്ചത്? KM മൗലവിയുടെ ഒന്നാം തരം മുദർരിസായിരുന്നു. KM മൗലവിയുടെ ഉസ്താദ് ആരാരങ്ങൾക്ക് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മരുമകനും ശിഷ്യനുമാണ് KM മൗലവി. KM മൗലവിന്റെ ആദ്യത്തെ പേരെന്താ? തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ്. നല്ലൊരു പേര്, തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. അതാണ് പിന്നെ പർദ്ദയിട്ട് മുങ്ങി അങ്ങോട്ട് കൊടുങ്ങല്ലൂരിലേക്ക്, ഇവിടെ ഖിലാഫത്ത് ലഹള നടക്കുമ്പോൾ. എന്നിട്ട് അവിടെ നിന്ന് പുതിയ ഓരോന്നായിട്ട് വന്ന് അയാളാ പിന്നീട് KM മൗലവി ആയത്. KM മൗലവിയുടെ മാറ്റങ്ങളെ നിരീക്ഷിച്ച ഉലമാ എന്ന് പറഞ്ഞു കൊടുത്തു. അത് KM മൗലവി വഹാബിവാദം ഉന്നയിക്കുന്നുണ്ട്. അയാൾക്ക് മുഹിയുദ്ദീൻ മാല പറ്റാതെയായിട്ടുണ്ട്. അപ്പൊ KM മൗലവി ഇങ്ങനെ ഇറങ്ങിയിട്ട് പറയാ, മക്കളെ അതൊക്കെ വഞ്ചിക്കാണ് കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു ആശയമൊന്നുമില്ല കേട്ടോ, അതൊക്കെ
ഇവർ വ്യാജന്മാർ എടുക്കുന്ന പണിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. KM മൗലവിന്റെ വാദങ്ങൾ ഓരോന്നോരോന്നായി ഉലമാ എടുത്തെടുത്ത് ഉദ്ധരിച്ചു കൊടുത്തു. ഈ വാദം ആരുടെ വാദം? വഹിയുദ്ദീൻ മാലിക്കെതിരെ എങ്ങനെ വന്നു? റിഫായി മാലിക്കെതിരെ എങ്ങനെ രംഗത്ത് വന്നു? ലാസ്റ്റ് ഇവിടെ സ്ഥിരപ്പെട്ടു. എന്ത്? KM മൗലവി ഒറിജിനൽ വഹാബിയായി. അവിടേക്ക് അപ്പൊ ഇതേ സാധനം എത്തുന്നത്. KM മൗലവിന്റെ വിറാസത്ത് പൂർണ്ണമാണ് മൂപ്പര്, ഒരു കുറവുമില്ല. ഞാൻ അങ്ങനെ കാണിച്ചുതരാം. ഇവിടെ നിങ്ങൾ നോക്ക്, 2013 നാദാപുരത്ത് വെച്ച് നിയൽവാദം കൊണ്ടുപോകും. ഈ നിയൽവാദ ആരവാദ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇടക്ക് നിയലുണ്ട് എന്നുള്ള വാദം ആരവാദം? ഇത് ഞങ്ങൾ ക്ലിപ്പ് കൊടുത്തതാണോ? നിങ്ങൾ പരസ്യമായി നാദാപുരത്തിൽ ലൈവുള്ള പ്രഭാഷണത്തിൽ പറഞ്ഞതല്ലേ? നേലുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ഇവിടെ വാദം നേലുണ്ട്? അത് മുജാഹിദ് മൗലവി പറയട്ടെ, വെച്ചുകൊടുക്ക്. ആകാശമാണ് ലോകത്താദ്യമായി പടച്ചതെന്നും അതിൽ നിന്നാണ് സർവ്വചരാചരങ്ങളും ഉണ്ടായതുമുള്ള കള്ളക്കഥ മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ ജീവിച്ച കാലത്തും ഒരു പ്രകാശമായിട്ടാണ് ജീവിച്ചത്. റസൂലുള്ളാഹിക്ക് നേരില്ല എന്ന് പ്രസംഗിക്കുന്നു അല്ലേ? ആരാ ഇതൊക്കെ പറഞ്ഞ? ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അപ്പോ ഹബീബായ തങ്ങൾക്ക് നിഴലില്ല എന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വിമർശിക്കുകയാ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇമാമിയങ്ങൾ, ഇമാം ഇബ്നു ഹജർ മുതൽ വരെയുള്ള എല്ലാ ഇമാമിയങ്ങളും ലം യകുല്ലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളില്ലുൻ അസ്ലാ, ഒരിക്കലും നയലില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഇത് പറഞ്ഞില്ലേ ഇവിടെ? എന്നിട്ട് ഇടയ്ക്ക് നയലുണ്ട്, സൈനബ് ബീവി നയൽ കണ്ടു എന്ന് തെറ്റായി അർത്ഥം വെച്ചു. എന്നിട്ട് ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നയലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല. ഈ ആശയം താങ്കൾ പറഞ്ഞതല്ലേ? ഇത് വഹാബിസമല്ലേ? ഇത് ഞങ്ങൾ ക്ലിപ്പ് കൊടുത്തതാണോ? ഇതിങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ? കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ചോദ്യോത്തരം. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. എപ്പോൾ? അങ്ങനെ ഒരു സമയം ആരെ ജീവിതത്തിലില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് പിന്നെ എന്തൊക്കെ ഉരുണ്ടു മറിഞ്ഞു, കണ്ണാടിയാക്കി, പ്രകാശ നയമലാക്കി. നിങ്ങൾക്ക് ഓർമ്മല്ലേ? ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലി വരെ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് പറയാ, വെറുതെ ഞങ്ങളെ കുറിച്ച് ആരോപണം പറയാണ്. ലം യകുല്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളില്ലുൻ, ഒരിക്കലുമില്ല എന്ന അഹ്ലു സുന്നയുടെ ആശയം. ഹബീബായ തങ്ങളെ നൂറാനിയത്തിനെ അല്ലേ നിങ്ങൾ എതിർത്തത്? ഇതാദ്യം പിൻവലിച്ചു വരി, എന്നിട്ടല്ലേ ഇത് പറയേണ്ടത്? ഇത് നമ്മൾ ക്ലിപ്പ് എടുക്കുന്നതാണോ? നിങ്ങൾ എന്നെ പരസ്യമായി പറയുന്നതല്ലേ? ഈ ക്ലിപ്പ് കൊടുത്തത് ഞങ്ങളാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അതാണ് തിരുത്തിയാ പോരെ. ഇനി രണ്ടാമത്തെടുക്ക്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നം. ഹബീബായ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ മർറആനി ഫിൽ മനാമി ഫഖദ് റആനി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് എന്നെ തന്നെയാണ് കണ്ടത്. അത് നമ്മൾ ഒരാൾ സ്വപ്നത്തിൽ വന്ന് പറയാ അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എന്നാൽ അത് ആരെന്നെയാണ്? ഹബീബായ മുത്തു റസൂൽ. അഹ്ലു സുന്നന്റെ വിശ്വാസം.
അത് നമ്മൾ പഠിച്ചറിഞ്ഞ കോലത്തിലാണ് കണ്ടതെങ്കിൽ ഒരു വ്യാഖ്യാനവും വേണ്ട, ഉറപ്പായി. ഇനി നമ്മൾ പഠിച്ച രൂപത്തിലെല്ലാം മറ്റു രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ ആ സ്വപ്നം റസൂലിൽ നിന്ന് തന്നെയാണ്. അതിന് വ്യാഖ്യാനങ്ങൾ ചോദിക്കണം. ഏത് വലിയിന്റെ കോലത്തിലും റസൂല് വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അഹ്ലുസുന്നന്റെ വിശ്വാസ. അഹ്ലുസുന്നന്റെ വിശ്വാസം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രേഖപ്പെടുത്തി വായിക്കുന്നതിന് മുമ്പ് അതിവിടെ എല്ലാവരും പ്രസംഗിച്ചതാ. അവിടെ പഴയ ഒരു പ്രസംഗം നമ്മളെ മൗലിദുൻ നൂരൊക്കെ എഴുതിയ ഒരാളുണ്ടല്ലോ, ബഷീർ സഖാഫി. മൂപ്പരെ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. റസൂലുള്ളാഹിനെ ഏത് രൂപത്തിൽ കണ്ടാലും ലക്ഷക്കണക്കിന് രൂപത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. 1,24,000 അമ്പിയാക്കന്മാര് അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ആ അമ്പിയാക്കന്മാരുടെ രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. ഏത് കാലത്തും 1,24,000 ഔലിയാവും അല്ലാഹു തആല ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവരെ എണ്ണം കുറഞ്ഞാൽ ഖിയാമത്ത് നാളാണ് ഉണ്ടാവും. അവരെണ്ണം കുറയാൻ പാടില്ല. ഒരെണ്ണം കുറയണ അന്നാണ് ഇവിടെ ഊദുക. അപ്പോ ആ 1,24,000 ഔലിയാന്റെ കോലത്തിലും അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരും. കറുത്ത ഔലിയാ, വെളുത്ത ഔലിയാക്കന്മാരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, പല രൂപത്തിലുള്ള ഔലിയാവും അമ്പിയാവും ഉണ്ട്. അപ്പൊ ആ കോലത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വരും എന്ന്, സ്വപ്നത്തിൽ വരുമെന്ന്, ഈ അക്കലത്തിലും വരും, ഉണർവിയിലും വരുമെന്ന് ആരിഫീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഈ മൗലിദിലുണ്ട്. അപ്പോ സ്വപ്നത്തിൽ ഏത് കോലത്തിൽ കണ്ടാലും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന അഡ്രസ്സിൽ ആര് വന്നോ അത് ഇബ്ലീസിന് വരാൻ കഴിയൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ തന്നെയാണ്. വിശദീകരണ ഇനിയിപ്പോ എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടങ്ങള് ഞാൻ റസൂലാണ് എന്ന അഡ്രസ് ചെയ്തുകൊണ്ട് വരുന്നത് ഇബ്ലീസ് ആവുകയില്ല. ലക്ഷക്കണക്കിന് രൂപത്തിൽ വരാം. ഇതൊക്കെ പരസ്യമായി പ്രസംഗിച്ചതാ ഇവിടെ. ഇത് അഹ്ലുസുന്നയുടെ അതാണ്ടോ, ഇത് നമ്മളെ കുളത്തിലിറങ്ങിയ സഖാഫിന്റെ ബുക്കാ. അയാള് അന റസൂലുള്ള എന്ന് പറഞ്ഞ് പിശാചിന് വരാൻ കഴിയില്ല. ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരുന്നത് റസൂലാണെന്ന് ഉറപ്പിക്കാമെന്ന് അദ്ദേഹവും എഴുതി വെച്ചിട്ടുണ്ട്. 2020 ആർക്കാ ഇതിനെതിരായ വാദം ഇവിടെ ഉണ്ടായിരുന്നത്? സക്കരിയ സ്വലാഹിക്ക് വെച്ചു കൊടുക്കുക. പറയട്ടെ. ഇവരുടെ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യും. മൻ റആനി ഫിൽ മനാമി ഫഇന്നഹു റആനി. ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. എന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് ശൈത്താന് വരാൻ കഴിയില്ല. അപ്പൊ ശൈത്താൻ പലവരുടെ രൂപത്തിൽ നമുക്കൊക്കെ സ്വപ്നത്തിൽ വരും. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ വരാൻ കഴിയില്ല. ഇത് പറഞ്ഞതിന് അർത്ഥം എന്താ? റസൂലുള്ളാഹിനെ ഒരാൾ സഹാബി സ്വപ്നം കണ്ടാൽ അത് റസൂൽ തന്നെയാണ്, അത് ശൈത്താനല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ സഹാബികൾക്ക് ശേഷം ഞാൻ റസൂലാണെന്ന് വാദിച്ചുകൊണ്ട് ശൈത്താൻ വരൂലേ? വരാം. ഈ വരാന്നുള്ള റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ നേരെ എതിരാ. കാരണം ലിഅന്ന ശൈത്താന ലാ യതമസ്സലു ബി. പിശാചിന് ഒരു നിലക്കും ഇടപെടാൻ കഴിയില്ല. ഞാൻ ഏത് രൂപത്തിലും വരും. ഇതൊക്കെ ഹദീസിൽ പറഞ്ഞതാണ്. അതിനെതിരിൽ ആദ്യമായി ബുക്ക് എഴുതിയ ആളാണ് അബ്ദുസ്സലാം സുല്ലമി, ഷാഫിഈ മദ്ഹബ് എന്ന ഈ ബുക്ക്. അന്ന് ഈ ബുക്കിൽ സുല്ലമി എഴുതിയപ്പോ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ ഗണ്ണിച്ചു ഇമാം നബവിയുടെയും ഇബ്നു ഹജർ തങ്ങളുടെയും വാക്കുകൾ ഉദ്ധരിച്ച്. പക്ഷേ പിലാക്കൽ സഖാഫി പ്രസംഗിച്ചങ്ങൾ കേട്ടില്ലേ? സക്കരിയ പ്രസംഗിച്ചതും കേട്ടില്ലേ? ഇനി പേരോട് പറയുന്നത് കേട്ടോളൂ. ആരോടാണ് യോജിപ്പ് എന്ന് ഞങ്ങൾ ഒരു ക്ലിപ്പും കൊടുക്കണ്ട, നിങ്ങൾ എന്നെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനായാലും ഇടപെടുന്നത്? നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ വഹാബിസം. വെച്ചു കൊടുക്കും. മറ്റേ വിധങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാളിത് റസൂലുള്ളയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാഹിനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം. എത്ര കറക്റ്റാണ്. ഈ വാദം പറഞ്ഞത് സക്കരിയ സലാഹിയാണ്. ഈ വാദം പറഞ്ഞത് അബ്ദുസ്സലാം സുല്ലമിയാണ്. ഈ വാദം പറഞ്ഞത് ഇബ്നു ബാസാണ്. ഈ വാദം പറഞ്ഞത് ഇബ്നു തൈമിയയാണ്. അഹ്ലുസുന്നക്ക് വാദം അങ്ങനെ ഇല്ല. ഇതിവിടെ എഴുതപ്പെട്ട സംഗതിയല്ലേ. ഇതിപ്പോ ഞങ്ങള് ക്ലിപ്പ് കൊടുത്തതാ. നിങ്ങൾ ഇവിടെ നടന്ന് പറഞ്ഞതല്ലേ? ഇവിടെ വഹാബിയുടെ വാദം നിങ്ങൾ ഉന്നയിച്ചപ്പോ സ്വാഭാവികമായും നിങ്ങൾക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. ഇപ്പൊ മിനിയാന്നൊക്കെ കുറ്റ്യാടിയിലേക്ക് അഭിനന്ദന പ്രവാഹമാണ്. യാ ഹുസൈൻ എന്ന വിഷയത്തിലേക്ക് വരാം. ഇവിടെ
ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? ഇവിടെ അഹ്ലുസുന്നക്ക് ഒരു റൂട്ടുണ്ടായിരുന്നു. അത് മശായിഖന്മാരെ സ്വീകരിച്ച് അവരുടെ നിർദ്ദേശത്തിൽ ദീൻ പറയലാണ്. ഹയാത്തിലുള്ള അസ്ഹാബുൽ വഖ്തുകളായ സാഹിബുൽ വഖ്തുകളായ ഉന്നതാധികാരികളായ മശായിഖന്മാരെ സ്വീകരിച്ച് അവരുടെ നിർദ്ദേശത്തിൽ ദീൻ പറഞ്ഞാൽ ഒരു തകരാറും വരില്ല, എവിടെയും പെട്ടുപോകില്ല. അതിനു പകരം ഞങ്ങൾ തന്നെയാണ് അതിബ്ബാഉൽ ഖുലൂബ്, ഞങ്ങൾ തന്നെയാണ് മശായിഖന്മാർ, ശൈഖുൽ മശായിഖ് എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വന്ന് സ്വയം ശൈഖായി അഥവാ ഇബ്ലീസ് ശൈഖായി അവയെ പിന്തുടർന്നപ്പോൾ ഹബീബായ തങ്ങളുടെ നൂറാനിയത്തിനെ നിഷേധിക്കേണ്ടി വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാചി വരുമെന്ന് പറയേണ്ടി വന്നു. ഈ വാദങ്ങളൊക്കെ വരുന്നത് എവിടെന്നാ? നിങ്ങളുടെ ഈ സ്വയം ശൈഖ് ചമയലിൽ നിന്നാണ്. അത് ഒഴിവാക്കി നിങ്ങൾ. ഇതന്നെ ഇബ്നു തൈമിയക്കും പറ്റിയത്. ഇബ്നു തൈമിയക്ക് എന്താ സംഭവിച്ചത്? ഇബ്നു തൈമിയ ഒരു വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ ഷാദുൽ ഇമാമിനെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഷാദുൽ ഇമാമിനെതിരെ കിതാബ് എഴുതി ഗണ്ണിച്ചു. പിന്നെങ്ങനെ വരല്ലേ വാദങ്ങൾ ഒന്നിനേശം ഒന്നായിട്ട്. എല്ലാ പുത്തൻവാദികൾക്കും അസലുണ്ടാക്കി കൊടുത്തത് മൂപ്പരാ. ഞാൻ ഉത്തരവാദി എല്ലാവരുടെ കാര്യമല്ല, പറയുമ്പോ നോക്കണത്. ഒറ്റക്ക് പോയി കുടുങ്ങിയിട്ട് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഹക്ക് ഹക്കായി സ്ഥിരപ്പെടുകയല്ലേ ചെയ്യുന്നത്.